കാത്തിരിപ്പുകൾക്കൊടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു എന്ന വാർത്തകൾ ലോകരാജ്യങ്ങൾക്ക് ആകെ ആശ്വാസമാവുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫും സമാധാന കരാറിൽ ഒപ്പുവച്ചു. എന്നാൽ ഒപ്പുവെക്കുന്നത് അന്തിമ കരാറല്ലെന്നും നിയമാവലികൾ ലംഘിച്ചാൽ ഇറാനെതിരെ ആക്രമിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ കരാറിൽ ഒപ്പുവെച്ചെങ്കിലും ലെബനനിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഒപ്പുവെച്ച ധാരണാപത്രം അന്തിമ കരാറിലേക്ക് എത്തുമോ? ലെബനനിലേക്ക് അടക്കമുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകുമോ? കാണാം RD എക്സ്ട്രാക്ട്. ഫ്രാൻസിൽ വെച്ച് നടന്ന G7 ഉച്ചകോടിയിലെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കിയ വിരുന്നിനിടെയാണ് സമാധാന കരാറിന്റെ ഹാർഡ് കോപ്പിയിൽ ഒപ്പുവെച്ചത്. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ചടങ്ങിലുണ്ടായിരുന്നു. ശേഷം കരാറിൽ ഒപ്പുവെച്ചതായി ട്രംപ് തന്നെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ട്രംപ് ഒപ്പുവെച്ചതോടെ കരാർ ഔദ്യോഗികമായെന്ന് ഇറാനും പ്രതികരിച്ചു. കരാറിൽ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്നലെ ടെഹ്റാനിൽ വെച്ച് ഒപ്പിട്ടിരുന്നു. ഇതോടെ ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം എന്ന് വിളിക്കപ്പെടുന്ന MOU ഔദ്യോഗിക രേഖയായി. പുതിയ കരാർ എത്രയും വേഗത്തിൽ പ്രാബല്യത്തിൽ വരുമെന്ന് സമാധാന കരാറിൽ മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാനും പ്രതികരിച്ചു. പാകിസ്ഥാന് പുറമെ ഖത്തറും ഒമാനുമാണ് സമാധാനത്തിലുള്ള മധ്യസ്ഥ നീക്കങ്ങൾ നടത്തിയിരുന്നത്. ലെബനനിലേക്കടക്കമുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുക, ഹോർമുസ് തുറക്കുക തുടങ്ങി 14 വ്യവസ്ഥകളാണ് കരാറിലുള്ളത്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ വാങ്ങുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ലെന്നും കരാറിലുണ്ട്. അതേസമയം കരാറിൽ ഒപ്പുവെച്ച ശേഷവും ലെബനനിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. RD എക്സ്ട്രാക്ട്, ന്യൂസ് മലയാളം. ഇത് സംബന്ധിച്ച ചില ഡേറ്റകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ കരാറിൽ എന്തൊക്കെ എന്നുള്ളത് ആദ്യം നോക്കാം. ഇറാനും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും സൈനിക നടപടികൾ അവസാനിപ്പിക്കണം. ഇരു രാജ്യങ്ങളും പരസ്പരമുള്ള പരമാധികാരം മാനിക്കണം. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടരുത്. പരമാവധി 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. ഇറാനെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും അമേരിക്ക അവസാനിപ്പിക്കും. വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് യാതൊരു നിരക്കും ഏർപ്പെടുത്താതെയുള്ള സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ ഇറാൻ ശ്രമിക്കും. ഇറാന്റെ പുനർനിർമ്മാണത്തിനായി കുറഞ്ഞത് $300 ബില്യൺ അമേരിക്കയും പ്രാദേശിക പങ്കാളികളും നൽകും. മറ്റൊന്ന്, ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകുന്നു. അന്തിമ കരാർ ഉണ്ടാകുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരും. പുതിയ ഉപരോധങ്ങളും സൈനിക നടപടിയും ഉണ്ടാവില്ല. മരവിപ്പിച്ചതോ നിയന്ത്രിച്ചതോ ആയ ഇറാന്റെ ഫണ്ടുകളും ആസ്തികളും ഇനി അവർക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. ധാരണാപത്രം നടപ്പാകുന്നുവെന്നും അന്തിമ കരാർ ഉണ്ടാകുന്നുവെന്നും ഉറപ്പാക്കാൻ ഒരു എക്സിക്യൂട്ടീവ് രൂപീകരിക്കും. മറ്റൊന്ന്, ലെബനനിലേക്ക് ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണല്ലോ. ഈ ധാരണാപത്രം ഒപ്പിട്ട ശേഷവും ലെബനനിലേക്ക് ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. തെക്കൻ ലെബനനിലെ തെബ്നിത്ത് പട്ടണത്തിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബെയ്ത്ത് യാഹൂൻ പട്ടണത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കരാറിന്റെ അടിസ്ഥാനത്തിൽ ലെബനനിലേക്കുള്ള എല്ലാ സൈനിക നടപടികളും ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്ന് ഇറാനും പറയുന്നു. ആഗസ്റ്റ് സെബാസ്റ്റ്യനാണ് ഇതിൻ്റെ വിശകലനവുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. സെബാനെ, ഇതിൽ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ തീർച്ചയായും അവസാനിക്കുമ്പോഴും അതിൽ ആര് ജയിച്ചു, വിജയിച്ചു, പരാജയപ്പെട്ടു എന്നൊന്നും നമുക്കങ്ങനെ കൃത്യമായി അങ്ങ് പറയുവാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഏറ്റവും സുപ്പീരിയർ പവർ എന്ന നിലയ്ക്കൊക്കെ നമ്മൾ അമേരിക്കയെ പരിഗണിക്കുന്ന ഒരു കാലവും ഘട്ടവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇറാൻ എന്നൊരു രാജ്യത്തെ അവർ ആക്രമിക്കുകയായിരുന്നു ആദ്യഘട്ടങ്ങളിൽ. അപ്പോൾ നിലവിൽ ഇത്രയധികം കാലമെടുത്തുകൊണ്ട് നിലവിൽ ഈ യുദ്ധത്തിലേക്ക് ഒരു കരാറിൽ അന്തിമ കരാറായിട്ടില്ല എങ്കിൽ പോലും ഒരു പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ അമേരിക്ക അവർ നയപരമായി പരാജയപ്പെട്ടു എന്ന് തോന്നുകയാണ് എനിക്ക്. ഇതിൽ നിന്നും ദൂരെ നിന്നും ഈ കാര്യങ്ങളെ കാണുകയും വായിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അത് സെബാൻ്റേതായ ഒരു വേർഷനും ഉണ്ടാവുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും അമേരിക്ക അതിൽ നയപരമായി ഇതിൽ പരാജയപ്പെടുന്നു. ഒരു 2 ലോക നേതാക്കൾ കൃത്യമായും ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം വഴി എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളതും കൂടിയാണ് എനിക്ക് ആദ്യമായി ഇതിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതൊന്ന് ഡൊണാൾഡ് ട്രംപും മറ്റൊന്ന് ബെഞ്ചമിൻ നെതന്യാഹുവുമാണ്. അവർ 2 പേരും എല്ലാ അർത്ഥത്തിലും എക്സ്പോസ്ഡ് ആയി പോകുന്ന ഒരു സംഘർഷവും ഒരു യുദ്ധകാലവുമാണ് നിലവിൽ കഴിഞ്ഞു പോയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ലോകം മുഴുവൻ നോക്കുമ്പോൾ, ഈവൻ ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ അടുക്കളയിൽ നിന്ന് പോലും നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും അധികം മനസ്സിലാവുന്നൊരു കാര്യം
ഇതിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ല്, ഈ ലോകത്തിൻ്റെ തന്നെ ഒരു ആണിക്കല്ല ഈ ഹോർമൂസ് മാറുന്നതായിട്ടൊക്കെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. ഇതൊരു നയപരമായി ഉപയോഗിക്കാൻ കഴിയുന്ന, ഇതൊരു വലിയ അങ്ങനെ തന്നെ മാറ്റുവാൻ കഴിയുന്ന ഒരു കാര്യമായി ആദ്യം മനസ്സിലാക്കിയത് ഇറാനായിരുന്നു. ഒരു സൈനിക ശക്തി ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക എന്നതിലുപരി മറ്റൊരു രീതിയിൽ ഇതിനെ മുഴുവനായി നിയന്ത്രിക്കുവാൻ വേണ്ടി ഹോർമുസ് ഇറാൻ ഉപയോഗിച്ചു എന്നുള്ളതല്ലേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണല്ലോ ഈ കാലയളവിൽ ഏറ്റവും നിർണായകമാവുകയും ഈ വിധത്തിൽ അമേരിക്കയ്ക്ക് മുകളിൽ ഒരുപക്ഷെ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ശക്തിയായി തന്നെ ഇറാൻ പരുവപ്പെടുകയോ രൂപപ്പെട്ടു വരികയോ ചെയ്യാനുള്ള ഒരു കാര്യമായി അവർ ഈ ഹോർമൂസിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതല്ലേ ഈ കാലയളവിൽ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുത എന്നും എനിക്ക് തോന്നുകയാണ്. അതുമാത്രവുമല്ല, നമുക്കറിയാം നേരത്തെ തന്നെ ഇപ്പോൾ ഇറാൻ ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു കാര്യം, അത് ആണവായുധം നിർമ്മിക്കില്ല എന്നൊക്കെ ആണല്ലോ ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യവസ്ഥ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ 2015 മറ്റോ ആണെന്ന് തോന്നുന്നു. ബരാക്ക് ഒബാമയുടെ കാലത്തും നിലവിൽ ഇത്തരം ഒരു ആണവായുധ നിർമ്മാണം ഞങ്ങൾ നടത്തില്ല എന്നതൊക്കെയുള്ള ഒരു കരാർ അവർ തമ്മിൽ ഉണ്ടായിരുന്നതുമാണ്. അതുമാത്രമല്ല, നമ്മൾ ആണവോർജ സമ്പുഷ്ടീകരണത്തിന് മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ, അല്ലാതെ ആണവായുധം ഞങ്ങൾ നിർമ്മിക്കുകയില്ല എന്നും പറഞ്ഞതാണ്. പിന്നീട് അത് ഒമാൻ്റെ മധ്യസ്ഥതയിൽ അതിൽ തുടർ ചർച്ചകളും ഒക്കെ നടന്നിരുന്നതാണ്. മറ്റൊരു കരാറിൽ ഏർപ്പെടുവാൻ വേണ്ടി, US-മായി കരാറിൽ ഏർപ്പെടുവാൻ വേണ്ടി ഇറാൻ തയ്യാറായതുമാണ്. ആ ഘട്ടത്തിലാണ് പക്ഷേ ഇസ്രായേലിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രായേൽ കൂട്ട് തേടുകയായിരുന്നു ചെയ്തിരുന്നത്. ഇസ്രായേൽ മുമ്പും ഡൊണാൾഡ് ട്രംപിന് മുമ്പുള്ള പ്രസിഡന്റുമാരോടൊക്കെ ഇത്തരം ഒരു ആക്രമണത്തിന് കൂടെ ചേരുവാൻ വേണ്ടി അപേക്ഷിച്ചതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. പക്ഷേ ട്രംപ് മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നത്. പശ്ചിമേഷ്യയ്ക്ക് ആകെ ഭീഷണി എന്ന നിലയ്ക്ക്, ഒരു രാജ്യത്തിന് മുഴുവൻ, ഒരു മേഖലയ്ക്ക് മുഴുവൻ ഇറാൻ ഭീഷണി എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ട് അവരെ ഇപ്പോൾ അവിടുത്തെ ഭരണമാറ്റമാണ് നമ്മൾ പ്രാഥമികമായി ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് ഒരു പരമാധികാര രാഷ്ട്രത്തെ അങ്ങ് ആക്രമിക്കുകയാണല്ലോ ചെയ്തത്. അതൊരു ബിസിനസ് ഡീൽ ക്ലോസ് ചെയ്യുന്നത് പോലെ ഞങ്ങൾ തുടങ്ങി നോക്കുന്നു, നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണല്ലോ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ മുഴുവൻ കൈപൊള്ളിപ്പോയ ഒരവസ്ഥയായിരുന്നല്ലോ നിലവിലുണ്ടായിരുന്നത്. കാരണം ഈ ഹോർമൂസ് വഴി ഈ അറബ് രാഷ്ട്രങ്ങളെ അടക്കം, ഏഷ്യൻ കൺട്രീസിനെ അടക്കം നിയന്ത്രിക്കാനുള്ള ഒരു കെൽപ്പ് നിലവിൽ ഇറാന് ഒരർത്ഥത്തിൽ കൊടുക്കുകയാണല്ലോ ഇവരെല്ലാവരും കൂടി ചെയ്തത്. അത് നമ്മളെ അടക്കം ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ വലിയ സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ചില ലക്ഷ്യങ്ങളൊക്കെ ഇറാനിൻ്റെ ഈ നയപരമായ അവർ മനസ്സിലാക്കിയെടുത്ത ഈ കാര്യങ്ങളിലൂടെ തട്ടി അതിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെ നിന്നു എന്നുള്ളതാണ്. പിന്നെ ഈ കരാറിൻ്റെ കാര്യം എന്നുള്ളത്, കരാറിങ്ങനെ ഒരു 40-ലേറെ തവണ സമാധാനം പുലരുന്നു എന്ന് ട്രംപ് പലയിടങ്ങളിലും പറയും. ട്രൂത്ത് സോഷ്യലിൽ ഒന്ന് പറയും, പിന്നെ അത് കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണുമ്പോൾ മറ്റൊന്ന് പറയും. ചിലപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് അദ്ദേഹം എന്തോ ദിവാസ്വപ്നം കാണുന്നത് പോലെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. ഒരു തരം ചൈൽഡിഷ് ആയിട്ടായിരുന്നു ഈ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരുതരം എക്സ്പോസ്ഡായി ഇത്തരം ഒരു അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ബലഹീനതകൾ പോലും നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം തന്നെ അതിന് വഴിവെക്കുന്നു എന്ന തരത്തിലൊക്കെ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ സത്യത്തിൽ സമാധാനം പൂർണ്ണാർത്ഥത്തിൽ പുലർന്നോ എന്നുള്ളതാണ് ലോകം കാത്തിരിക്കുകയും കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരം എന്നുള്ളത്. മറ്റൊന്ന്, ഇന്ത്യയെ അടക്കമുള്ള രാജ്യങ്ങൾ സത്യത്തിൽ വലിയ പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു. ഇതുമൂലം ഇവിടെ പൊതുജനങ്ങളെ, ഇവിടുത്തെ സാധാരണക്കാരെ അടക്കമുള്ളവരെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാറിയിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഇതോടുകൂടി ഉണ്ടാകുമോ? ഈ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. തീർച്ചയായും ശ്യാമിലി, നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത് ഒരു 14 MOU ആണ്. അതായത് 14 പാരഗ്രാഫുകളുള്ള ഒരു MOU ആണിപ്പോൾ ഒരു എഗ്രിമെൻറ്റിലായിട്ടുള്ളത്. ഇതൊരു ഇടക്കാല ഒരു ഫ്രെയിം വർക്ക് എന്ന നിലയ്ക്ക് കാണുമ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെയൊക്കെ തന്നെ നാം അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ അൺപാക്ക് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ അതിനെ ഒരു പ്രാഥമികമായ രീതിയിൽ കണ്ടാൽ, കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച ഒരു വലിയ സംഘർഷം, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെ ആകമാനം തന്നെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഒരു വലിയ സംഘർഷം അവസാനിച്ചു എന്ന നിലയ്ക്ക് കാണുമ്പോൾ, ഇതിൻ്റെ വ്യവസ്ഥകളെ അൺപാക്ക് ചെയ്യുമ്പോഴാണ് ഈ നേരത്തെ ഉന്നയിക്കപ്പെട്ട സംശയങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളെയൊക്കെ തന്നെ നമുക്ക് അതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഓരോന്നായി കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ് ഇറാനുമായിട്ടുള്ള ഈ ഡീൽ നടത്തുന്നത്.
ഇങ്ങനൊരു യുദ്ധം നടത്തിയത് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോടൊപ്പം ചേർന്നിട്ട് ആ യുദ്ധം നടത്തുന്നു, അങ്ങനൊരു ഡീലിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഡീലിൽ ആർക്കാണ് നഷ്ടം, ആർക്കാണ് നേട്ടം എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി നമുക്കിതിനകത്ത് കാണാൻ കഴിയും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് 2015 ബറാക്ക് ഒബാമ ഇറാനുമായി ഒരു കരാറിലെത്തി. അതായത് അന്ന് ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല, അതായത് വെപ്പൺ ഗ്രേഡിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കില്ല എന്ന് പറയുന്ന ഒരു കരാറിൽ നിലനിൽക്കെ അവർ രഹസ്യമായ ഒരു സ്ഥലത്ത് അവർ ആണവായുധം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് ഒരു ഇറാനിയൻ ഡിസിഡൻറ്റ് ഗ്രൂപ്പ്, അതായത് അമേരിക്കയിലുള്ള അതായത് ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തുള്ള ആളുകൾ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തുകയും ഇത് സംബന്ധിച്ച് അമേരിക്കൻ ഗവൺമെൻറ്റിനെ നോട്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ഇത് ബറാക്ക് ഒബാമ സീരിയസ് ആയി എടുക്കുന്നു. ആ നിലക്കുള്ളൊരു IAEA പരിശോധന നടത്തുന്നു. അത് ഏതാണ്ട് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് വലിയ നിലക്കുള്ള ഉപരോധങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഇറാനും അമേരിക്കയുമായി ഒരു കരാറിലെത്തുന്നു. 2017-18 ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ഈ കരാർ ശരിയല്ല. അതായത് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് ഇറാൻ്റെ മിസൈൽ കപ്പാസിറ്റീനെ അത് കവർ ചെയ്യുന്നില്ല, അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന ഇസ്രായേലിൻ്റെ വലിയൊരു പരാതിയുണ്ട്. ആ പരാതി ശരിയാണെന്ന നിലയ്ക്ക് ട്രംപ് അതിനെ സമീപിക്കുകയും ഈ കരാർ ശരിയല്ലെന്നും ഈ കരാർ അങ്ങനെ ഒരു കരാറിലെത്തിയതിൽ അമേരിക്കൻ ഗവൺമെൻറ്, അതായത് ഒബാമ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നും ആരോപിച്ച് അദ്ദേഹം 18 ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു. ആ ട്രംപാണ് ഇപ്പോൾ ഈ MOU സൈൻ ചെയ്തത്. അപ്പോൾ ഈ ഗ്യാപ്പിനിടയിൽ സംഭവിച്ച നിരവധിയായ കാര്യങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ടാണ് 1979 ഇറാനിൽ ഇസ്ലാമിക വിപ്ലവത്തോടുകൂടി ഒരു ഇറാനിയൻ ഇസ്ലാമിക ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്ന ശേഷം അമേരിക്കയും ഇസ്രയേലും ഇറാനുമായുള്ള ബന്ധം ഇതിൽ സുപ്രധാനമാണ്. അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണമെന്ന് മുദ്രാവാക്യം പാർലമെൻറ്റിൽ വിളിക്കുന്ന രാജ്യമാണ് ഇറാൻ. ആ നിലയ്ക്ക് അമേരിക്കയാണ് ഏറ്റവും വലിയ ശത്രുവെന്ന് ഈ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനയി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ശത്രു ഇസ്രയേലാണ്. മാത്രവുമല്ല ഇസ്രയേലിനെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും എന്ന് പ്രതിജ്ഞ എടുത്ത് അതിൻ്റെ സമയവും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ ക്ലോക്ക് അത് ടെഹ്റാനിലെ ഒരു പലസ്തീൻ സ്ക്വയർ എന്നുള്ള സ്ഥലത്ത് സ്ഥാപിച്ച രാജ്യം കൂടിയാണ്. ഈ നിലയ്ക്കാണ് സ്വയം പ്രതിരോധം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉന്നയിച്ച് അമേരിക്കയും ഇസ്രയേലും, അതായത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന വാദം അവിടെ അവർ ഉന്നയിക്കുകയും അത് അന്താരാഷ്ട്ര തലത്തിൽ അവർക്കത് സെല്ല് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം ഇതാണ്. അപ്പോൾ പലതരത്തിലും, പക്ഷേ പല ഘട്ടങ്ങളിലും ഇറാൻ ആവട്ടെ ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന നിലക്കുള്ള നിലപാട് പല ഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അമേരിക്ക പല നിലക്കുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 2023 ഒക്ടോബർ 7 പലസ്തീൻ ഹമാസിൻ്റെ ഇസ്രയേൽ ആക്രമണവും തുടർന്നുണ്ടായ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ ആദ്യമായി നേരിട്ട് ഇസ്രയേലുമായി ഒരു സംഘർഷത്തിലേർപ്പെടുന്നത്. ഇറാൻ്റെ മണ്ണിൽ നിന്ന് ആദ്യമായി ഇസ്രായേലിലേക്ക് മിസൈൽ പോകുന്നതും അതിനുശേഷമാണ്. അവിടെയാണ് ഇറാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പ്രോക്സികൾ എന്ന് പറയുന്ന ഹെസ്ബോള അടക്കം ഹമാസ് അടക്കം ഹൂത്തികളടക്കമുള്ള വലിയൊരു സൈനിക സഖ്യം അവർ റൺ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ അവർ പണം നൽകുന്നുണ്ട്. ഈ പണമൊക്കെ തന്നെയും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓയിൽ മണിയിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മേലുള്ള ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടി സ്വീകരിച്ച് അതിൽ ഒരു പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇതിനിടയ്ക്കുണ്ടായിരുന്ന ഗവൺമെൻറ്റുകളൊക്കെ തന്നെയും ജോ ബൈഡൻ ഗവൺമെൻറ് ആവട്ടെ അത്തരത്തിലുള്ള സൈനിക നടപടിയിലേക്ക് നീങ്ങിയില്ല. ഉപരോധങ്ങളിലൂടെ അതിനെ നിയന്ത്രിക്കാം എന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ 2023 ശേഷമുണ്ടായ സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറുകയും ഇതിനോടൊപ്പം തന്നെ സംഭവിച്ച കാര്യം ഇറാനിൽ അവിടുത്തെ സാമ്പത്തിക അവസ്ഥ വലിയ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോവുകയും അവിടുത്തെ ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്ത സാഹചര്യത്തിൽ അവിടെ തന്നെ ജനങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ച കണ്ടു. നമുക്കറിയാം ഡിസംബർ അവസാനം മുതൽ ജനുവരി ഏതാണ്ട് പകുതി വരെയായിരുന്നു ആ വലിയ പ്രക്ഷോഭം നടന്നത്. ഈ പ്രക്ഷോഭത്തെ ഇസ്ലാമിക ഭരണകൂടം നേരിട്ട രീതി അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതായത് പ്രക്ഷോഭകരെയൊക്കെ തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം അതായത് അമേരിക്കയുടെ ഒരു പ്രഖ്യാപിത അന്താരാഷ്ട്ര നയത്തിൻ്റെ ഭാഗമായി ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇത് ആകെ തുകയായി കണ്ടുകൊണ്ട് ഒരു സൈനിക നടപടിക്ക് തയ്യാറാകേണ്ടതുണ്ടെന്നും ഇതിനിടയിൽ
അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കണ്ടെത്തൽ, അതായത് അവർ 60% അതിൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം നടന്നുവെന്നും അത് വെപ്പൺ ഗ്രേഡിലേക്ക് ഉടൻ എത്തുമെന്നുള്ള ഇസ്രയേലിൻ്റെ അടക്കമുള്ള ആശങ്കയും കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. ശരി, അഗസ്റ്റ് സുഭാഷിനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിലേക്ക് നടത്തിയ ഏകപക്ഷീയമായ ആക്രമണ പരമ്പര ലോക മനസാക്ഷിയെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാന് ഭാവിയിൽ ആണവായുധം ഉണ്ടാക്കിയേക്കാം എന്നായിരുന്നു ഇക്കണ്ട ആക്രമണങ്ങൾക്കെല്ലാം അമേരിക്ക മുന്നോട്ട് വെച്ച ന്യായം. ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയുമായുള്ള ചർച്ചയിലായിരുന്നു ആ സമയം. ഇറാൻ എന്നും ഓർക്കണം. ഇതിനിടയിലാണ് ആ ചർച്ചകളെല്ലാം കാറ്റിൽ പറത്തി ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് ഇരച്ചു കയറിയത്. 160ഓളം കുട്ടികളെ കൊലപ്പെടുത്തിയായിരുന്നു ആ ആക്രമണ പരമ്പരയുടെ തുടക്കം. പിന്നാലെ ഇറാനിലെ പരമോന്നത നേതാവടക്കം ആ രാജ്യത്തെ മുൻനിര നേതാക്കളെല്ലാം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കൊലപ്പെടുത്തി. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ തിരിച്ചടിക്കുകയും ഹോർമുസ് കടലിടുക്ക് അടക്കുകയും ചെയ്തതോടെയാണ് യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. ഇതോടെ നേരത്തെ പറഞ്ഞതുപോലെ 4-5 ദിവസം കൊണ്ട് ഭരണകൂട അട്ടിമറി നടത്തി തിരിച്ചു വരാനാകില്ല എന്ന് ട്രംപ് തിരിച്ചറിയുകയായിരുന്നു. പിന്നാലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളായി. എങ്ങനെയെങ്കിലും ഹോർമുസ് തുറന്നു കിട്ടാൻ ട്രംപ് ഓരോ ദിവസവും എന്തെല്ലാമോ പറഞ്ഞു. ഒടുവിൽ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ട്രംപ് തന്നെ ധാരണാപത്രവുമായി മുന്നോട്ട് വന്നു. ഈ സമയത്തും ലെബനിലേക്ക് ആക്രമണം നിർബാധം തുടരുകയാണ് ഇസ്രായേൽ. എന്തൊക്കെയാണെങ്കിലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്നും അന്തിമ കരാർ യാഥാർത്ഥ്യമാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇറാനിൽ സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് കാണിച്ച് ട്രംപിന് സമാധാനത്തിന്റെ നൊബേൽ ലഭിച്ചേക്കുമോ എന്നും കാത്തിരുന്ന് തന്നെ കാണാം.